Okay, so we'll move on to the concept behind the tone clutch. Okay, so already നമ്മൾ എന്താണ് ടോൺ ക്ലച്ച് എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഒരു ക്വിക്ക് ഓവർവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ, സോ ദിസ് ഈസ് യുവർ ടോൺ ക്ലച്ച്. ഓക്കെ, സോ ടോൺ ക്ലച്ചിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് എ മെയിൽ പാർട്ട് ആസ് വെൽ ആസ് എ ഫീമെയിൽ പാർട്ട്. ഓക്കെ, സോ ഈ ഫീമെയിൽ പാർട്ട് ഈസ് ഇൻ സോറി ദിസ് മെയിൽ പാർട്ട്, ഇതാണ് മെയിൽ പാർട്ട്, and this male part is actually inserted into the female compound. Okay, ഇതിന്റെ കേസിൽ അൺലൈക്ക് ദ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, ഓക്കെ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ കേസിൽ രണ്ട് സർഫസിലും യൂഷ്വലി ഫ്രിക്ഷൻ ലൈനിങ് കാണാറുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സർഫസിൽ, അതായത് ടോപ്പ് സർഫസിൽ മാത്രമേ ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെഡൽ, ഓപ്പറേറ്റ് ദ പെഡൽ, ഇറ്റ് ഗെറ്റ്സ് ഡിസെൻഗേജ്. ഓക്കെ, ഡിസെൻഗേജ് ആണ് ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. when it moves right side, what happens is it will get disengaged, and when you leave this pedal, what happens is due to the spring force, this complete setup, this male part is inserted into the female part. ഒരു പിന്നെ അത് രണ്ടും കൂടെ പ്രോപ്പർ ആയിട്ട് മേറ്റ് ചെയ്ത് നിൽക്കും. Right, and then the rotation continues. Okay, so the advantage of tone clutch is that it transmits high torque. Okay, so same size ഉള്ള അല്ലെങ്കിൽ സെയിം ഡയമെൻഷൻ വരുന്ന അല്ലെങ്കിൽ സെയിം ഓവറോൾ ഹൈറ്റ് വരുന്ന സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും അതുപോലെ കോൺ ക്ലച്ചും എടുക്കുകയാണെങ്കിൽ കോൺ ക്ലച്ച് will transmit a higher torque when compared to single plate clutch, and it is of the order for almost it is 4 times. Okay, the torque transmitted is 4 times the torque transmitted by a single plate clutch. Okay, so ഇതൊരു ലോ സ്പീഡ് ഹൈ ടോർക്ക് അപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കേസാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലി ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ റേസിംഗ് കാർസ്. ഓക്കെ, സോ ഇതാണ് ബേസിക് thing about this tone clutch. Okay, now we'll move on to the important equations, അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എങ്ങനെയാണ്, അതിന്റെ ബേസിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഡിസൈൻ പ്രൊസീജിയർ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതില് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, അതിന്റെ ഡിസൈൻ പ്രൊസീജിയർ നമ്മുടെ PST ഡാറ്റ ബുക്കിൽ പ്രോപ്പർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ഡാറ്റ ബുക്ക് ബേസ് ചെയ്തായിരിക്കും ഇതിന്റെ പ്രൊസീജിയർ പറയാം. ഓക്കെ, എഗെയിൻ അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ ക്ലച്ചിന്റെ ഒക്കെ ടോപ്പിക്, സോ ബേസിക്കലി വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് കുറെ ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ഫുൾ ക്ലച്ച് എന്നുള്ള രീതിയിലായിരിക്കില്ല, എന്തൊക്കെ ഒരു അൺനോൺ കണ്ടുപിടിക്കാൻ ആ രീതിയിലൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, സോ അതില് നമുക്ക് ബേസിക്കലി ഈ ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടും ഇത് ചെയ്യാം. ഓക്കെ, ക്ലച്ചിന്റെ ഒക്കെ പ്രോബ്ലംസ്, ക്ലച്ച് ആയാലും ബ്രേക്ക് ആയാലും you can solve it in a concept oriented way. Okay, concept oriented ഫാഷനിൽ ഇത് സോൾവ് ചെയ്യാം. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ബി ബി ഭണ്ഡാരി റെഫർ ചെയ്താൽ ബി ഭണ്ഡാരി അതുപോലെ കുർമിയിലൊക്കെ ആ ഒരു പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതില് ചില ഡാറ്റാസ് ദാറ്റ് വിൽ ബി ഗിവൺ. ഓക്കെ, അതേ സമയത്ത് ടെക്സ്റ്റ് ബുക്സ് ലൈക്ക് എന്താണ് ജലാലുദ്ദീൻ, ഓക്കെ, ജലാലുദ്ദീൻ ഫോളോസ് എ പ്രൊസീജിയർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഇതിനു വേണ്ടി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡിസൈൻ പ്രൊസീജിയറിന് വേണ്ടി അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെങ്കിൽ യു റിക്വയർ മഹാദേവൻ സ്റ്റാൻഡപ്പ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് പ്രൊസീജിയറും നോക്കാം. ഓക്കെ, സോ ഇനീഷ്യലി നമുക്ക് ഈ ഒരു കേസ് അറിഞ്ഞിരിക്കണം. കാരണം ഇത് അറിഞ്ഞിരുന്നാൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒരുവിധം അതിലുള്ള ഇക്വേഷൻസ് എങ്ങനെ വന്നു, എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ തന്നെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടുള്ള കേസും കൂടെ നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് 1 by 1 പ്രൊസീജിയർ ബേസ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കിട്ടിയ പ്രോബ്ലം നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതാണ് ഇതിന്റെ ഐഡിയ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ കൺസെപ്റ്റ്. ഓക്കെ, സോ ബേസിക് കൺസെപ്റ്റ്. അപ്പൊ അതിനൊരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡെറിവേഷൻ അങ്ങനെ ചോദിക്കുകയും ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് യു റിക്വയർ ദിസ് ഡെറിവേഷൻ. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദ ഡെറിവേഷൻ ഐ വിൽ ജസ്റ്റ് brief you on the results of single plate clutch. Okay, or single plate clutch. Okay, now so ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ഏറ്റവും ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് അല്ലെ. സോ ടോർക്ക് ട്രാൻസ്മിറ്റഡ് is given by the general equation. നമുക്ക് ഇങ്ങനെ പറയാം, T is equal to mu W RF എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. ജനറൽ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. mu is the coefficient of friction and W is the axial load and RF is the mean radius. Okay,
ഇത്രയാണ് കാര്യം. Now ഇതിന് നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ നമുക്ക് വരുന്നത് അല്ലെ. ഒന്ന് യൂണിഫോം പ്രഷർ കണ്ടീഷൻ ആണ് അല്ലെ, യൂണിഫോം പ്രഷർ കണ്ടീഷൻ ഓർ വെൻ ദ ക്ലച്ച് ഇസ് എ ന്യൂ ക്ലച്ച് അല്ലെ, പുതിയൊരു ക്ലച്ച് ആണെങ്കിൽ അതിന് യൂണിഫോം ആയിരിക്കും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരിക. അതിന്റെ കേസാണ് ആദ്യം വരിക. സിമിലർലി രണ്ടാമത്തെ കണ്ടീഷൻ യൂണിഫോം വെയർ കണ്ടീഷൻ ആണ് അല്ലെ, യൂണിഫോം വെയർ കണ്ടീഷൻ റൈറ്റ്. ഓർ when the clutch becomes old അല്ലെങ്കിൽ ഓൾഡ് ക്ലച്ച് ഓൾഡർ ആവുന്നതിനനുസരിച്ച് ക്ലച്ചിൽ വരുന്ന മാറ്റങ്ങൾ ബെയറിംഗ് സംഭവിക്കും അല്ലെ. Now ഇതിന്റെ കേസിൽ when see the equation standard equation torque transfer is mu w rf, any uniform pressure ആണെങ്കിൽ your rf will become 2/3 of r1 cube minus r2 cube divided by r1 square minus r2 square. Again for uniform wear condition that becomes r1 plus r2 by 2, average of both the radius. Okay, ഇതാണ് രണ്ടിലൊരു വ്യത്യാസം. സോ സ്റ്റാൻഡേർഡ് ഒരു ഒറ്റ സിംഗിൾ ഇക്വേഷൻ നമുക്ക് ഇത് കംപ്ലീറ്റ് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഇനി അതുപോലെ ഇതിൽ പിന്നെ വരുന്നൊരു കണ്ടീഷൻ പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രഷർ. ഓക്കെ, ഇതിൽ നോർമൽ പ്രഷർ വരുന്നത് പ്രഷർ ഈസ് നത്തിങ് ബട്ട് ആക്സിയൽ ലോഡ് ബി ഡിവൈഡഡ് ബൈ r1 square minus r2 square. Okay, now similarly for uniform wear conditionൽ your pressure നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഷർ ഒരിക്കലും ത്രൂ ഔട്ട് ദ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്ലച്ച് ഇതൊരു ന്യൂ ക്ലച്ച് ഇതുപോലെ ഉണ്ടാവും അല്ലെ. ഞാൻ കുറച്ച് എൻലാർജ് ചെയ്ത് വരയ്ക്കുന്നതാണ് റൈറ്റ്. സോ വാരിങ് സംഭവിക്കും. ഞാൻ പറഞ്ഞു യുവർ പ്രഷർ റേഡിയസും പ്രഷറും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് യുവർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് അല്ലെ. സോ എവിടെയാണോ റേഡിയസ് മാക്സിമം അവിടെ പ്രഷർ മിനിമം ആയിരിക്കും അല്ലെ. സോ എവിടെയാണോ റേഡിയസ് മാക്സിമം ഇവിടെ പ്രഷർ മിനിമം ആയിരിക്കും. സിമിലർലി എവിടെയാണോ പ്രഷർ റേഡിയസ് മിനിമം അവിടെ പ്രഷർ മാക്സിമം ആയിരിക്കും റൈറ്റ്. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തൊരു ടേക്ക് അവേ റൈറ്റ്. സോ ഇത് ബേസ് ചെയ്ത് നമുക്കറിയാം യുവർ പ്രഷർ standard equation is your P into R is a constant. In general, you can say that P into R is a constant, or P max into R2 is a constant, or P minimum into R1 is a constant. Okay. So ഇതാണ് ഇതിന്റെ ബേസിക് കണ്ടീഷൻ. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ സിമിലർലി ആക്സിയൽ ലോഡിന്റെ കേസിൽ അല്ലെ, ആക്സിയൽ ലോഡ് ടു ഡിറ്റർമിൻ ദ ആക്സിയൽ ലോഡ് uniform wear condition your axial load is given by 2 pi c into r1 minus r2. ഇതാണ് അതിലെ അടുത്തൊരു കണ്ടീഷൻ. ഓക്കെ, അതേ സമയത്ത് ഇതിൽ ആക്സിയൽ ലോഡ് കാണണമെങ്കിൽ ഈ ഒരു പ്രഷർ ഇക്വേഷൻ എടുത്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആക്സിയൽ ലോഡ്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ബേസിക് വേരിയേഷൻ. രണ്ട് ഡിഫറെന്റ് കണ്ടീഷൻ, വൺ ഇസ് യൂണിഫോം പ്രഷർ ആൻഡ് ദ അതർ വൺ ഇസ് യൂണിഫോം വെയർ കണ്ടീഷൻ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് റൈറ്റ്. ഇനി ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ കോൺ ക്ലച്ചിന്റെ കേസിലും അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ there will be some variations. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്ന വേരിയേഷൻസ്, ഇത് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം റൈറ്റ്. ഓക്കെ, സോ ഈ കോൺ ക്ലച്ച് is something like this. ഇതുപോലെയാണ് ഒരു കോൺ ക്ലച്ച് ഉണ്ടാവുക. അതിന്റെ ഫ്രിക്ഷൻ സർഫസ് ഇതാണ്. we are actually interested with this friction surface. Okay, right. Now അപ്പൊ അങ്ങനെയാണെങ്കിൽ so I am enlarging this diagram. Now you can see this portion is the friction surface. Okay, this is the friction surface. Okay, so please take a note of this one. ഒരു ഡയഗ്രം ഒന്ന് വരയ്ക്കുക. സിമ്പിൾ ആയിട്ട് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഡയഗ്രം ഒന്ന് വരച്ചു വെക്കുക. അത് ബേസ് ചെയ്ത് എന്റെ കൂടെ തന്നെ ചെയ്തോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഈ ഡയഗ്രം ഒന്ന് പെട്ടെന്ന് വരച്ചു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ. എന്നാ ഡയഗ്രം ഒന്ന് പെട്ടെന്ന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡയഗ്രം വരച്ചോ. ഒരു കോൺ സ്ട്രക്ചർ, അതിനെ ഒരു സിമ്പിൾ കോൺ സ്ട്രക്ചർ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. സെൻട്രൽ പോർഷൻ വിൽ ആൽഫ, മീൻ റേഡിയസ് ആണ് സ്മോൾ ആർ, r2 ഇന്നർ റേഡിയസ്, r1 ഔട്ടർ റേഡിയസ്, നോർമൽ പ്രഷർ അവിടെ നമ്മൾ ചെറിയ സ്ട്രിപ്പ് സെലക്ട് ചെയ്യുന്നു, അതിന്റെ ഇത് dr, അതിന്റെ സൈഡ് വ്യൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
അല്ലേ? കണ്ടിന്യൂ ചെയ്യാം അല്ലേ? യെസ്, ഓക്കെ. Okay. So consider a complex as shown in the figure. So this is your complex. Right. Now, various parameters എന്തൊക്കെയാണെന്ന് നോക്കാം. So your Pn is actually the normal pressure acting on the surface. Okay, normal pressure ആണ് Pn, load അല്ല. Normal pressure, intensity of pressure. Okay. Now, W is the axial load. Okay, ഇതിനെ engage ചെയ്യാൻ വേണ്ടിയിട്ടുള്ള axial load ആണ്. ക്ലച്ചിനെ engage ചെയ്യേണ്ട axial load. Okay. Now, R1 is the outer radius, R2 is the inner radius. Same പോലെ തന്നെയാണ്. അതുപോലെ mean radius. So we are actually considering a small section. Okay, a small section. നമ്മൾ കഴിഞ്ഞിട്ട് വന്ന അതേ പ്രൊസീജിയർ ആണ്. അതിന് ചെറിയൊരു മാറ്റം, ചെറിയ ഈ ഇൻക്ലൈൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഇതിന് വരാറുള്ളൂ ഡെറിവേഷൻ. ഓക്കെ. So here, as such, the procedure is ditto same ആണ്. Ditto correct, ഓരോ കാര്യങ്ങളും സെയിം ആണ്. ചെറിയ ചെറിയ minute corrections മാത്രം. Okay. Now here, now this alpha is your semi angle of cone. Okay. So full angle 2 alpha ആണ്. We are taking this semi angle as alpha, semi angle of cone. Okay. And it is also called phase angle of the cone. Right. Now, ഈ friction surface കാണുന്നില്ലേ? Friction surface, the length of this friction surface is denoted by the letter B. Okay. So it is actually the width of the friction surface, and it is also called phase width. Okay. Phase in the width, or it is also called cone phase. Okay. Now R is your mean radius, R1 plus R2. ഇത് രണ്ട് കണ്ടീഷൻ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്താണ് ഇങ്ങനെയാണെന്ന് പറയാം. Now, അതിന്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്, അതിന്റെ വ്യൂ ആണ് ഇവിടെ ഉള്ളത്. സോ R2, R1 and the radius up to the center point. Okay. So ഇവിടെ നമ്മുടെ ബേസിക് ലോജിക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? We are actually going to find out. So we are going to find the torque transmitted. Torque transmitted എങ്ങനെ? രണ്ട് കണ്ടീഷനിൽ. എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ? ഒന്ന് യൂണിഫോം പ്രഷർ കണ്ടീഷനിലും we are going to apply the uniform pressure condition as well as for the uniform wear condition. Okay, so ഈ രണ്ട് കണ്ടീഷനിലെയും ടോർക്ക് ട്രാൻസ്മിറ്റർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കണ്ടെത്താം. Okay. So for that നമ്മൾ ഫോർ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ കേസിൽ ചെയ്തപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു ജനറലൈസ്ഡ് ടോർക്കിന്റെ ഇക്വേഷൻ കൊണ്ടുവന്നു. പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെയാണ് ചെയ്തത് അല്ലെ? സോ അതേ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് ആ ഒരു കേസിലായാലും സ്റ്റാർട്ടഡ് വിത്ത് ദ ഏരിയ ഓഫ് ദിസ് സെക്ഷൻ. ഓക്കെ. സോ ലോജിക് ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മളിവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സെക്ഷൻ കൺസിഡർ ചെയ്യും, ഒരു ചെറിയ തിൻ സെക്ഷൻ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ തിൻ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് കണ്ടെത്തും അല്ലെ? ഇതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് കണ്ടെത്തും. നോർമൽ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ ലോഡ് കണ്ടെത്തും. പിന്നെന്ത് ചെയ്യും? യു വിൽ ഫൈൻഡ് ഔട്ട് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെ? ഇവിടെ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടെത്തും. വൺസ് യു ഗെറ്റ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻ ടു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിച്ച് ഇസ് ആക്ച്വലി ദ റേഡിയസ് will give you the torque transmitted. Okay, so it's same logic avada cheyda adhe logic aanu nere nammal ivda apply cheyan povunu. So we'll start with determining the area of this shaded portion. Okay, therefore we'll start the derivation. Okay, here the area of the section selected, area of the section DA is equal to എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും ഇതിന്റെ ഏരിയ? ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്തായിരിക്കും? കഴിഞ്ഞ ഡെറിവേഷൻ വെച്ച് കണക്ട് ചെയ്താൽ ഇത് മനസ്സിലാവുന്നതാണ്. ഏരിയ ഓഫ് ദ സെക്ഷൻ ഡി എ. എനിവൺ? ഒരു കോണിന്റെ ഒരു പീസ്, ഇതിന്റെ ഏരിയ, ആ സർഫസ് ഏരിയ 2πr dr അല്ലെ? അല്ല പറഞ്ഞേ? അവിടെ അതൊരു പ്രശ്നമുള്ള അതാണ് ഇവിടെ വരാൻ ചാൻസ് ഏറ്റവും ഒരു നമ്മൾ ചിന്തിക്കുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ മിസ്റ്റേക്ക്. ഓക്കെ, ഞാൻ പറയാം. സൗരവ് ചിന്തിച്ച രീതിയിലും കറക്റ്റ് തന്നെ. 2πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 2π into r എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യാം. ഈ ലെങ്ത് ആയി, ശരിയല്ലേ? 2πr ഇത് കിട്ടി.
2 pi r. ഓക്കെ, ഡി ആർ എന്താ? ഇതാണ് ഡി ആർ അല്ലെ, അല്ലെങ്കിൽ ഇതാണ് ഡി ആർ. ആക്ച്വലി എന്താ വേണ്ടേ? നമുക്ക് ഇവിടുത്തെ ലെങ്ത് ആണ് വേണ്ടത് അല്ലെ. ഡി ആർ എന്ന് പറയുന്നത്, ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പോർഷനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെ ഒരു ട്രയാങ്കുലർ പോർഷൻ ആയിട്ട് ഉണ്ടാവും. ഇത് ഡി എൽ ആണ്, ഇതാണ് ഡി ആർ. മനസ്സിലായോ? 2 pi r ഇവിടെ വരെ എത്തി. ഇൻറ്റു എന്ത് എടുക്കണം? ഇൻറ്റു ഡി എൽ വേണം എടുക്കാൻ. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് യുവർ ആൽഫ. ഓക്കെ, so area of the section is 2 pi r into dl will give you the area. Clear ആണോ? 2 pi r ഈ ലെങ്ത് ആയി into thickness. thickness എങ്ങനെയാ? thickness ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ കേസ് സെയിം കേസ് ആയിട്ട് വരും അല്ല, ഇങ്ങനെ വെർട്ടിക്കൽ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ? ഇൻക്ലൈൻഡ് ആണ്. സോ ഇൻക്ലൈൻഡ് ലെങ്ത് വേണം അവിടെ എടുക്കാൻ. ക്ലിയർ? റൈറ്റ്? ക്ലിയർ അല്ലേ? Yes. Okay, yes. Okay, therefore, so your dA is equal to 2 pi r into dl. Now, see, ഈ dl എന്ന് കിട്ടിയത് എനിക്ക് ഇവിടെ ഒരു കാര്യമില്ല. So അതിനെ ഞാൻ in terms of dr മാറ്റാണ്. So if you substitute that dA is equal to 2 pi r into, in terms of ഇതെടുത്താൽ dr by dl എന്ന് പറയുന്നത് sin alpha ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്ന വെച്ചാൽ get it as dr cosec alpha or 2 pi r dr divided by sin alpha. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, so that is dA is equal to 2 pi r dr into cosec alpha. Okay, now we'll start with the conditions. Okay, ഇനി നമുക്ക് യൂണിഫോം പ്രഷർ കണ്ടീഷനിലേക്ക് വരാം. Considering uniform pressure condition. Okay, now uniform pressure condition എടുക്കുകയാണെങ്കിൽ your normal force, നമുക്ക് ഇവിടെ ഒരു നോർമൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ the normal force, ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് ആണ് എടുത്തത് അല്ലെ, നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്ഷൻ. ഓക്കെ, ആക്ടിങ് ഓൺ ദ സെക്ഷൻ delta wn. Okay, delta wn is equal to എന്തായിരിക്കും? നോർമൽ പ്രഷർ Pn into dA അവിടെ ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇതാണ് ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ലോഡ് ആണ് കാണുന്നത്. ഈ ചെറിയ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് കൺസിഡർ ചെയ്യുന്ന ഈ ചെറിയ സെക്ഷൻ മാത്രമാണ്. ഓക്കെ, so that is equal to normal, അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ is normal Pn and our area is dA. Okay, so that is equal to Pn into 2 pi r dr cosec alpha is your delta wn. Okay, right, so this is the normal force. Okay, so അങ്ങനെയാണെങ്കിൽ the axial force acting, കാരണം നമ്മളിവിടെ എൻഗേജ് ചെയ്യാൻ വേണ്ട axial force is w. Okay, അപ്പൊ ഈ ഒരു ചെറിയൊരു സെക്ഷനെ എൻഗേജ് ചെയ്യാൻ വേണ്ട axial force, അങ്ങനെയാണെങ്കിൽ axial force required to engage, like engage വേണ്ട, axial force required. Okay, your delta w is equal to എന്തായിരിക്കും? ഇത് ഡെൽറ്റ ഡബ്ല്യു എൻ ആണ്. നമ്മളിവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡെൽറ്റ ഡബ്ല്യു എൻ ആണ്. അതിനെ റിസോൾവ് ചെയ്താൽ മതി എക്സ് ആക്സിസിലേക്ക് അല്ലെ. ഇത് ആൽഫയാണ്, ഇത് 90 മൈനസ് ആൽഫയാണ്, ഇത് ഡെൽറ്റ ഡബ്ല്യു എൻ ആണ്. അപ്പൊ എന്തായി? ഡെൽറ്റ ഡബ്ല്യു എൻ കോസ് 90 മൈനസ് ആൽഫ അല്ലെങ്കിൽ സൈൻ ആൽഫ എന്ന് കിട്ടും അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എൻ സൈൻ ആൽഫ. ഓക്കെ, സോ ഇഫ് യു മൾട്ടിപ്ലൈ ദിസ് വൺ എന്ത് കിട്ടും? യുവർ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി എൻ 2 pi r dr into cosec alpha into sin alpha. രണ്ട് ക്യാൻസൽ ആയിപ്പോ your axial load delta w is equal to pn into 2 pi r dr. നമ്മുടെ പഴയതിലെ സെയിം ഇക്വേഷൻ തന്നെ കിട്ടി. Okay, let this be my first equation. Okay, right, ഇവിടെ വരെ കൂടി ഉണ്ടല്ലോ അല്ലേ? റൈറ്റ്, ഓക്കെ അല്ലേ? Okay, good. So അങ്ങനെയാണെങ്കിൽ for the total load, നമ്മൾ ഒരു ചെറിയ സ്ട്രിപ്പ് എഴുതാൻ throughout the entire section, for the total axial load required, right? For the total axial load required, W is equal to integral R2 to R1 എന്താണ്? Pn into 2 pi r dr, right?
Pn into 2 pi r dr. Okay, same കാര്യം തന്നെയാണ്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും W is equal to Pn into square by 2 അല്ല Pn into ഇങ്ങനെ വരും. നമുക്ക് ചെയ്യാം അല്ലെ 2 pi into Pn into r square by 2 within the range of r2 to r1. Okay, so that is equal to W is equal to 2 pi into Pn into r1 square minus r2 square divided by, right? Right. You can cancel the 2 and 2. അങ്ങനെയാണെങ്കിൽ your Pn is nothing but same തന്നെയാണ് മറ്റേതിലെ അതേ ഇക്വേഷൻ തന്നെ pi into r1 square minus r2 square. Okay. So this അപ്പോൾ ഇതുവരെ ഉള്ള കേസ് നമ്മുടെ ഫസ്റ്റ് കേസിന് സെയിം തന്നെയാണ്. Pn is equal to W by pi into r1 square minus r2 square. Right. Now, so അങ്ങനെയാണെങ്കിൽ then okay, axial load കിട്ടി. Now you can find the frictional load or the tangential load. Okay, tangential load Ft is equal to എന്താണ് നമ്മുടെ frictional load ആണ്. Tangential load അല്ലെങ്കിൽ നമുക്ക് frictional load എന്ന് പറയും. Right, frictional load is nothing but mu delta W n. Right, normal load ഉണ്ട്. Right, നമുക്കറിയാവുന്ന കേസ് തന്നെയാണ് അല്ലെ. നമുക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെ ഫ്രിക്ഷണൽ Ft എന്ന് പറയുന്നത് mu rn ആയിരിക്കും അല്ലെ, mu into the normal reaction, right? So same സാധനമാണ് mu into delta W. Okay, now substituting the value for delta W and you will get it as Ft is equal to mu into 2 pi r dr cosec alpha അല്ലെ. So from this equation delta Wn is Pn into 2 pi r dr cosec alpha, 2 pi r dr into cosec alpha is your Ft. Okay, now let this be my second equation. അങ്ങനെയാണെങ്കിൽ then the torque transmitted T is equal to Ft into the perpendicular distance r. Okay, Ft into tangential force into the perpendicular distance. If the force into the perpendicular distance will give the torque. Okay, so that is equal to mu into 2 pi r into r varum r square of dr cosec alpha. For this one, sorry, let this be dt. ചെറിയൊരു small stripലെ torque transmitter ആണ്, right? Therefore, the total torque transmitted, right? Total torque transmitted T is equal to integral R2 to R1 mu into 2 pi R square dr cosec alpha. Okay, now if you integrate this one, you will get the result as T is equal to 2 pi mu cosec alpha നമുക്ക് പുറത്തു വെക്കാം into r cube divided by 3 within the range of r2 to r1. Okay, therefore your torque transmitted T is equal to 2 by 3 pi into mu into cosec alpha into r1 cube divided minus r2 cube. Okay, so in short you can represent this as T is equal to ഇവിടെ എന്തൊക്കെയാ വന്നേ mu ഉണ്ട് some cosec alpha term അല്ലെ, mu into മിസ്സായി പോയിട്ടുള്ള T into T 2 pi r dr. സോറി, ഇവിടെ പ്രഷർ വാല്യൂ കൂടെ ഉണ്ടല്ലോ അല്ലെ. ഞാനിവിടെ ഒരു പോയിന്റ് ഈ ഒരു സാധനം ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. Pn ഇവിടെ ഒരു Pn വാല്യൂ വരും. Take this one over here, there is a Pn value, right? Right. I can substitute this one under 2/3 of 2 by 3 of Pn value of there is W divided by axial load divided by pi into r1 square minus r2 square into mu cosec alpha into r1 cube minus r2 cube.
Okay. Now if you reduce this one, you will get it as T is equal to 2 by 3 mu W cosec alpha, W cosec alpha into R1 cube minus R2 cube divided by R1 square minus R2 square. Okay. Or your torque transmitted can be represented as mu W RF. Without important, your torque transmitted can be represented as mu W RF, where W is nothing but W mu W N RF normal load W N RF, where W N W cosec alpha. Okay, എന്നുവെച്ചാൽ WN എന്ന് പറയുന്നത് normal load ആണ്, normal load, and W is the axial load. Okay, it's the axial load. So normal load is equal to axial load into cosec alpha, and mu is the coefficient of friction, and RF is nothing but 2 by 3 of R1 cube minus R2 cube divided by R1 square minus R2 square. Okay. So in short, you can represent this equation for the cone clutch as well as even the cone clutch equation in this form. Okay. So same ആയിട്ട് പറഞ്ഞു torque transfer is equal to mu W and RF ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺ ക്ലച്ച് വരുന്ന സമയത്ത് W അല്ല, അവിടെ നോർമൽ ലോഡ്, കാരണം നമ്മൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ നോർമൽ, ഇതിന് നമ്മുടെ സർഫസിന് നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന നോർമൽ ലോഡാണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ mu into WN into RF. So your WN is W cosec alpha. Okay, and RF value is 2/3 of R1 square, R1 cube minus R2 cube divided by R1 square minus R2 square. So this is for the uniform pressure condition. Okay. Now similarly, the uniform wear derivation like ഒന്നും പോകുന്നില്ല. ഇത് ആദ്യത്തെ കേസ് സെയിം കാര്യം തന്നെയാണ്, അതേ പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്താൽ സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. So for uniform wear condition, if you solve this, you will get the equation same. T is equal to mu. You can represent the final equation as mu Wn RF. Okay, where mu Wn RF, where Wn is equal to W cosec alpha, and RF is nothing but R1 plus R2 divided by 2. That's it. Okay. Plus, it is solve ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ input data വേണം, right? അപ്പോൾ you can note these values, note these equations, which is your R1 minus R2 will give you B sin alpha. ഇങ്ങനെ വരുന്നു വെച്ചാൽ R1 minus R2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, ഇതാണ് R1 minus R2. Okay, so R1 minus R2 is nothing but B into ഇതാണ് B sin alpha, right? This is alpha into sin alpha will give you R1 minus R2. Okay, so that is the relationship between phase width B and the R1 and R2. Okay, so again ബാക്കി remaining conditions ഒക്കെ same ആണ്. എന്താണ് P into R is a constant, same condition. Similarly, your axial load equation same ആണ്. The axial load equation, W is nothing but 2 by C into R1 minus R2. Okay, so in short, രണ്ട് condition ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പറ്റും. Your torque transmitted is nothing but mu. You can represent it as mu W and RF. For uniform pressure condition, your Wn is W cosec alpha or W by sin alpha. Okay, ഇങ്ങനെ വേണമെന്ന് represent ചെയ്യാം. Now similarly, your RF value is 2/3 of R1 cube minus R2 cube divided by R1 square minus R2 square. അപ്പോൾ നമ്മൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടേമിന്റെ അഡീഷണൽ കാര്യം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. Okay, now similarly for uniform wear condition എന്താണ് your Wn is same W cosec alpha, and RF is nothing but 2 by 3 of R1, sorry, your RF value is R1 plus R2 divided by 2. That's it. Now similarly, in the case of your pressure, normal pressure is nothing but W by pi into R1 square minus R2 square. Similarly here, your pressure follows this relation, P into R is a constant, same thing. And the axial load W is equal to 2 pi C into R1 minus R2 will give you the axial load. That's it. Okay, clear or no?
And similarly, relationship between phase width. ഇപ്പോൾ രണ്ട് കേസിൽ applicable ആയിട്ടുള്ള equation ആണ്. That is R1 minus R2 is B sin alpha. Okay. Hope it is clear. സാർ സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വിടുവോ? എടുക്കാം. സാർ അത് മൂന്നാമത്തെയും ലാസ്റ്റത്തെയും മൂന്നാമത്തെയും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് ഇതാണ്. കുർമിയിൽ ഇതിന്റെ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കുർമി റെഫർ ചെയ്തിട്ടാണ് ഇതിന്റെ ഡെറിവേഷൻ കൊടുത്തിട്ടുള്ളത്. ഡെറിവേഷൻ ആസ് പഠിക്കണ്ട, കാര്യം മനസ്സിലാക്കിയാൽ ഓക്കെ. ഡെറിവേഷൻ ചോദിക്കില്ല. സാർ നെക്സ്റ്റ് സ്ലൈഡ്. സാർ സാർ നെക്സ്റ്റ് സ്ലൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി പ്രോബ്ലം പെർസ്പെക്റ്റീവിൽ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. എന്താ പറയുക, നമുക്ക് ഈ ആക്സിയൽ ലോഡിന്റെ ഒക്കെ ഈ പറഞ്ഞ എല്ലാ ഇക്വേഷൻസും ഞാനിവിടെ ഇത്രയും പറഞ്ഞ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആവുന്ന എപ്പോഴാ വെച്ചാൽ ക്ലച്ച് റണ്ണിങ് കണ്ടീഷനിലാണെങ്കിലാണ്. എന്ന് വെച്ചാൽ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് ഇത് റൊട്ടേറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഈ ഇക്വേഷൻസ് എല്ലാം അപ്ലിക്കബിൾ ആണ്. പക്ഷേ നമുക്ക് ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോ ഒരു ക്ലച്ചിനെ എൻഗേജ് ചെയ്യുന്നു വിചാരിക്കും. ഓക്കെ, ഞാൻ അതിനെ ലോഡ് എന്താണ് ക്ലച്ച് പിന്നെ പെഡൽ റിലീസ് ചെയ്തിട്ട് അതിനെ എൻഗേജ് ചെയ്യണം. സോ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഒരു പോർഷൻ റൊട്ടേറ്റിംഗ് ആണ്, അടുത്തത് അതിനെ പോയിട്ട് അറ്റാച്ച് ആവുക ചെയ്യാം. അപ്പൊ ഒബ്വിയസ്ലി അവിടെ നിന്നുണ്ടാവും ഒരു സ്ലിപ്പ് ഉണ്ടാവും, റൈറ്റ്? അപ്പൊ അതിനെ എൻഗേജ്ഡ് പൊസിഷനിൽ തന്നെ അതിനെ നിർത്തണമെങ്കിൽ യു നീഡ് ടു അപ്ലൈ മോർ ഫോഴ്സ്, ശരിയല്ലേ? നമ്മളിപ്പോ വെറുതെ ഒരു സാധനം ആലോചിച്ച് നോക്കിയാൽ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുന്നു, അതിന്റെ അകത്തേക്ക് ഞാനൊരു വേറൊരു സാധനം തന്നെ പ്രസ് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് കയറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിനെ അതേ പൊസിഷനിൽ അവിടെ എൻഗേജ് ചെയ്ത് നിർത്തണമെങ്കിൽ എനിക്ക് കുറച്ച് അധികം ഫോഴ്സ് കൊടുക്കണം. അത് എൻഗേജ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, കാരണം അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, റൈറ്റ്? സോ സെയിം ലോജിക് ഇവിടെ വരും. ഇതിനെ എൻഗേജ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു അപ്ലൈ എ ഹയർ ഫോഴ്സ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്യണം, ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു എൻഗേജ്, ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു engage the clutch, that is given by WE is equal to W plus mu WN cos alpha ആണ്. ഇതൊന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, WN into sin alpha plus mu cos alpha. WE is equal to WN into sin alpha plus mu cos alpha. Sin alpha plus mu cos alpha. That's it. Okay, അതോടൊന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, ഇത്രയാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. അഗൈൻ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അത് കൂടാതെ ഓക്കെ, WE subscript E is equal to WN normal load into sin alpha plus mu cos alpha. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇനി ഡാറ്റാ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം,